നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തുണ്ട്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, ഒരുപാട് ടൈമിലുണ്ടാവും. അവിടെ ദൂരെ കാണില്ല ഒരു മല, അതാണ് ശരിക്കും മറ്റേ എന്താ പറയുക ശിരുവാണി ഡാമിൻ്റെ ആ ഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറഞ്ഞത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ കാണുന്നില്ല മല, അതിനപ്പുറത്താണ് ശിരുവാണി ഡാം. നമുക്ക് ശിരുവാണി ഡാമിലേക്കൊക്കെ പോവാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഇത് എത്ര വർഷത്തോളം പഴക്കമുണ്ടാവും എന്നറിയോ ഈ പാറകൾക്ക്? അപ്പോൾ ഞാൻ അവിടെ പറയാ എന്ന് പറഞ്ഞത് ഇപ്പം പറയാം. നമ്മുടെ കേരളത്തിൽ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ സമയം 9 മണി ആവണുള്ളൂ. അപ്പോൾ ഈ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാർ തന്നെ വഴി തെറ്റിച്ചിട്ട് പോകുമ്പോൾ, അപ്പോൾ ഈ പഠിക്കാൻ പോണവർ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കും? ഇതിൽ ആ പ്രവൃത്തിനെ എങ്ങനെ അവർ മനസ്സിലാക്കും? ഞാൻ പറഞ്ഞത്, മുന്നിലൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടി പോണത് ഏത് ലൈനിൽ കൂടെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ വലിയ വണ്ടികൾ നിങ്ങൾ ഒഴിവാക്കി. ശരിക്കും സമയക്കുറവ് കൊണ്ടാവും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഡ്രൈവിങ് നല്ല രീതിയിൽ, അത് മാത്രമല്ല ആൾക്കാരും കുറേ ഉണ്ടാവും. ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും തീരെ വിവരം എന്ന് പറഞ്ഞില്ല. പറയുമ്പോൾ വണ്ടികൾ വരുന്നതെന്ന് നോക്കാതെ അവരങ്ങോട്ട് പോവുകയാണ്. പിന്നെ എന്തെങ്കിലും വല്ല വണ്ടി തട്ടി കഴിഞ്ഞാൽ പിന്നെ അവരായി വലിയ ആൾക്കാർ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിവരമില്ലാത്തതിൻ്റെ ഏക പ്രശ്നം. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ റോഡിലാണ്. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമും പരിസരങ്ങളും റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണ എവിടേക്കാ അറിയോ? പാലക്കയം. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. കാരണം പാലക്കയത്ത് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തുണ്ട്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ പാലക്കയത്ത്. അതേപോലെ ഞാൻ മിനിഞ്ഞാന്ന് പൂഞ്ചോല പോയിരുന്നു, അവിടെ ഉണ്ട് നമ്മുടെ തിരുവിതാംകൂറിലുള്ളവർ. അപ്പോൾ നമ്മുടെ പുറത്തുള്ള ആൾക്കാർ, അതായത് പാലക്കാടിന് പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാട്ടോ. പിന്നെ ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഡാമിൽ വെള്ളം നിറഞ്ഞൊഴുകി പോവാണ്. ഈ വേനൽക്കാലത്തോ ഒന്ന് ചോദിക്കണ്ട, കനാലക്കടയാണ് വെള്ളം നിറഞ്ഞൊഴുകി പോണത്, അതാ ഡാമിലല്ല. തെങ്ങുംപട്ട വീണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അത് മാറ്റിയാണ്. കാരണം എന്താ അറിയോ, ഏതെങ്കിലും ബൈക്കുകാർ വന്നിട്ട് അതിന്മേൽ കയറി സ്ലിപ്പായിട്ട്
വീഴും. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളൊന്ന് മാറ്റി, അതും ചെയ്തില്ല. എന്തായാലും ഞങ്ങളുടെ ഈ പ്രവൃത്തിയെ നിങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം എന്നാണ് പറഞ്ഞത്. അയാൾ എടുത്തേക്ക് പോകാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ റോഡിൽ പട്ട കൂടി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ വിറകിന് ക്ഷാമം ഉണ്ടാവില്ല. കാരണം റബ്ബർ തോട്ടം ആവുകൊണ്ട് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും പണിയെടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കും. എന്നാലും അവർക്ക് വിറക് ഇല്ലാത്തൊരവസ്ഥ അവിടെ എത്തില്ല. പിന്നെ ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ബസ്സിൽ വരാമോ ഏറ്റവും നല്ലത്. എന്താ അറിയോ, കാഴ്ചകളൊക്കെ കാണാം നിങ്ങൾക്ക്. നിങ്ങൾ കാറിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ, അതേപോലെ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ബൈക്കിൽ വരേണ്ടവർ വരാം, കാറിൽ വരേണ്ടവർക്കും വരാം, നമുക്ക് അതിന് പ്രശ്നമില്ല. പക്ഷേ ബസ്സിലാവുമ്പോൾ അതിൻ്റേതായ ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. മനസ്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം. നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയത്തെ ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും അത് പോസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് ഉപകാരം വരും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പാലക്കായ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വന്നിരിക്കട്ടോ. ഇതാണ് നമ്മുടെ കൊച്ചു പാലക്കായം ഗ്രാമം. ഇനി ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചൊന്ന് കാണാം. ആ റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പാലക്കായത്ത് എന്താ പറയുക, പായപ്പുല്ല്, പേര് പറയാൻ കിട്ടില്ല, പായപ്പുല്ല്. അതായത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പിൻഭാഗം, പുറകിലെ ഭംഗി, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിൽക്കാനും ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാട്ടോ. പിന്നെ നമ്മുടെ ക്ലൈമാറ്റ് ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടി പോവാണ്ട് ദൂരം, നമുക്ക് പോവാം എന്തായാലും. ഇപ്പം നിങ്ങൾ ചെറുതായിട്ടൊന്ന് കാണുക, ബാക്കി നമുക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കണ എവിടെ അറിയോ, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പിൻഭാഗത്ത്, അതായത് പാലക്കയം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ്. അപ്പം ഇവിടെ കാണാൻ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. മറ്റേ നമ്മുടെ ചിത്രൻ എന്ന് പറഞ്ഞൊരു വ്ളോഗറുണ്ട്. അപ്പോൾ മൂപ്പര് പറയില്ലേ, സുഹൃത്തുക്കളെ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നതുപോലെ തോന്നുന്നു, എത്ര മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ വെള്ളമില്ലാതെ പകുതി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാണ് ഈ ഡാമിൽ വെള്ളം നിറയുക. പക്ഷേ ഈ ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും വെള്ളമായിരിക്കും. പിന്നെ ഞാൻ വേറെ ഒന്നും കൂടി പറയട്ടെ നിങ്ങളുടെ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറഞ്ഞത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ പോത്തുണ്ടി, മലമ്പുഴ ഡാം, അതേമാതിരി ശിരുവാണി ഡാം, അതിനൊക്കെ സ്ഥാനമുള്ളൂ. അപ്പോൾ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം. എൻ്റെ അറിവിൽ, ഇനി മറ്റുള്ളവരുടെ അറിവിൽ ഇനി സ്ഥാനങ്ങൾ മാറി കിട്ടണമെന്നറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവധിക്കാലങ്ങൾ ആസ്വദിക്കാം. മര്യാദയോട് കൂടി ആസ്വദിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവാം. കുറച്ചും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പോണ വഴിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ ചെറിയൊരു, ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ, ഇത് ദ്വീപ് മാതിരിയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കും പിന്നെ എന്താ പറയുക വെള്ളമുണ്ട്. അപ്പോൾ അവിടെ ബോട്ടിൽ ചെറിയൊരു തോണിയിൽ എന്താ പറയുക മീൻ പിടിക്കുന്നവരും ഉണ്ട്, പിന്നെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. വൈകുന്നേരം ആവണുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 4:45-5 മണി ആയിട്ടുള്ളൂ. വൈകുന്നേരം അവിടെ പാർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ കാണാൻ നല്ല രസമുള്ള സ്ഥലം കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് മാത്രമായിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളിത് കാണണം. നമ്മൾ ഏത് വഴിയാണ് വന്നറിയോ, അതാ പള്ളി, അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാം. ആ വഴിയാണ് കയറിയിട്ട് നമ്മൾ ഇതിങ്ങനെ പോന്ന് കുറച്ച് കയറ്റം കൂടി കയറി, പിന്നെ കുറച്ച് ഇറങ്ങി, പിന്നെ 2-3 വളവുകളൊക്കെ തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ വെള്ളം കയറിയതിൻ്റെ ലെയറായിട്ട് ഇവിടെ അങ്ങനെ കാണാം. ഇതൊക്കെ ഡാമിലത്തെ വെള്ളം കയറിയിട്ടുള്ള പശ തോന്നുന്നുണ്ട്. പശ ഉണ്ടാവും. പശയാണോ ഇനി എന്ത് കറയണമെന്ന് അറിയില്ല. ഇവിടുത്തെ മരങ്ങളൊക്കെ കുറേ മുറിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഒറ്റയ്ക്ക് വന്നിരിക്കാനാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ആരെയും പേടിക്കണ്ട. കൂട്ടത്തോടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ആ പ്രൈവസി നഷ്ടപ്പെടും. പിന്നെ ഇത് ക്ലൈമറ്റ് സൂര്യൻ്റെ ഒരു ഇതില്ലാത്തത് കാരണം ഒരു രസമുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് തോന്നുന്നറിയില്ല. പിന്നെ അവിടെ ഒരു ദ്വീപാണ്, അവിടെ കണ്ണുണ്ട്. ശരിക്കും അവിടേക്കൊക്കെ ബോട്ട് സർവീസ് സവാരി ചെയ്യാം. പക്ഷെ എന്താ അറിയോ, ഇവിടെ നമ്മുടെ ഈ കേരളത്തിലെ ടൂറിസം വകുപ്പിൽ ഇല്ലെങ്കിൽ ടൂറിസം നമ്മൾ ഇനി വളച്ചിട്ടില്ല കാര്യം പറയാം. നമ്മളിപ്പോൾ ഈ വാട്ടർ സർവീസിന് ബോട്ടും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കൂതറ ആയ മലയാളികൾ കുറേ ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുക അറിയോ, അവർ അപകടപ്പെടുത്താനും അപകടം ഉണ്ടാക്കാനും അവർ ശ്രമിക്കും. കുറേ ഞാനാണ് ഏറ്റവും വലിയ, എനിക്ക് നീന്താൻ അറിയാം, എന്നിട്ട് അവസാനം ചാവണ് അവരെന്നെയോ. പക്ഷേ ഇതുവരെയായിട്ട് അങ്ങനെ റിപ്പോർട്ടൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കണ്ടായി ട്രെയിന് മറിയാൻ വേണ്ടിയിട്ട് റെയിൽപാളത്തിൽ പിന്നെ പോസ്റ്റ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വെച്ച ആൾക്കാർ, കാരണം അത് വെച്ച ആൾക്കാർ എന്നുള്ള ഉറപ്പിച്ചത് ആദ്യം നമ്മുടെ എറണാകുളം ഭാഗത്ത് തീ കെടുത്തിയിട്ട് പിന്നെ അത് സ്വയം കത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെടുത്തിയ തീ പിന്നെയും കത്തണമെങ്കിൽ അത് കൊടുത്തു തന്നെയാവും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റി വെച്ചിട്ട് പിന്നെയും നോക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പോഴും അത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കേരളം ആരാണ് അതൊക്കെ വട്ടം തിരിഞ്ഞ് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ വല ഇട്ടിട്ടുണ്ട് മീനിന്. ഇവിടെ മീന് വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക്. അത് ദിവസമാണ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ കാഞ്ഞിരപ്പുഴ ഡാമിലൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാര്യം. ഇവിടെ ഇന്നത്തെ ഈ ക്ലൈമറ്റ് കാരണം ഇവിടേക്കാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അപ്പുറത്ത് അതാ കാണുന്നില്ല മല, അതിൻ്റെ അപ്പുറത്താണ് ശിരുവാണി ഡാം. നമുക്ക് ശിരുവാണി ഡാമിക്കൊക്കെ പോവാം. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് ഏതൊരു കാര്യം ചെയ്യാൻ പറ്റും. ധൃതിയിൽ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതാണ് പാലക്കയം പുഴ. പാലക്കയത്തു നിന്ന് കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് ഒഴുകിപ്പോണ പുഴയാണത്. അപ്പോൾ നല്ല രസമാട്ടോ, അടിപൊളിയാണ് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ വെള്ളത്തിക്ക് ഇപ്പോൾ വെള്ളം കമ്മിയാണ്, പറ്റ കമ്മിയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തുകൂടെയൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ പാറക്കെട്ടിലൊക്കെ കാല് വഴുക്കി വീണ് കഴിഞ്ഞാൽ ആദ്യം അടിക്കുന്ന തലയാണ്. നിങ്ങൾ എത്ര കൈ കുത്തിയാലും കാല് ശ്രമിച്ചാലും കിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ സുഹൃത്തുക്കൾ ഈ വഴിയിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോകണം. ഞാൻ വേറൊരു കാര്യം കൂടിയും പറയാം. ഇത് എത്ര വർഷത്തോളം പഴക്കമുണ്ടാവും എന്നറിയോ ഈ പാറകൾക്ക്? ഈ മിനുസമാക്കി, അതായത് വെള്ളത്തിൻ്റെ ഒരു ലെയർ വേറെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി എത്രത്തോളം ഫോഴ്സിലാവും അവിടെ വരുന്ന വെള്ളം വരിക എന്നുള്ളത്. അപ്പോൾ കൂടെ വന്നൊരു കുരങ്ങൻ അവിടെ ഇരിക്കുന്നു. പാറക്കൂട്ടങ്ങളൊക്കെ പല പല സൈസായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് കാല് എങ്ങനെ വേണമെങ്കിൽ വെച്ചിട്ട് പോകാം. അതായത് നമ്മൾ കാല് വെക്കുന്നത് നല്ല ഉറപ്പുണ്ടാവും. ഇതിന് മുകളിലൂടെ വന്നിട്ട് ഭംഗി ആസ്വദിക്കാൻ കഴിയും.
അതാണ് ശരിക്കും മറ്റേ എന്താ പറയുക ശിരുവാണി ഡാമിൻ്റെ ആ ഭാഗം. അപ്പോൾ അടുത്ത മാസം നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും കാണാൻ സുഹൃത്തുക്കളെ. നമ്മളോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളെ യാത്രകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇവിടുന്ന് പോവാം. പിന്നെ മലയിറങ്ങുമ്പോൾ എൻ്റെ അമ്മ ഒരു പ്രത്യേക തരം ഓർമ്മപ്പെടുത്തൽ ഞാൻ പെടുത്താം. നമ്മൾ തന്നെ അറിഞ്ഞിട്ടും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അങ്ങനെ പോകാൻ പറ്റില്ല അല്ലേ. ഇതെന്താ അറിയോ, ഇവിടെയൊക്കെ നല്ല ആളുള്ള സ്ഥലമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ പാലക്കായത്തു നിന്ന് പോവാണ്. അപ്പോൾ നേരെ മുകളിലേക്ക് റോഡ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ശിരുവാണി, ആ ഭാഗത്തേക്കാണ് നമ്മൾ പോവുക ഇനി. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കായം സിറ്റി. ചെറിയൊരു ഗ്രാമമാണ്. ഗ്രാമത്തിൽ കുറച്ച് പിന്നെ കോൺക്രീറ്റ് ബിൽഡിങ്ങും അതേപോലെ കുറച്ച് കാറുകളും മോഡേണായ ബൈക്കുകളും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒന്നും കൂടി ഉഷാറായി പറയാം. ഇപ്പോൾ പാലക്കായത്തിൽ നിന്ന് കുറച്ച് ദൂരം പോന്നു. അപ്പോൾ ഞാൻ അവിടെ പറയാ എന്ന് പറഞ്ഞത് ഇപ്പം പറയാം. നമ്മുടെ കേരളത്തിൽ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു മധുവിൻ്റെ, അട്ടപ്പാടിയിലെ മധു. ആ മധു മരിച്ചിട്ട് ഇന്നേക്ക് 7 വർഷം തികയാണ്. കാലം എത്ര മുന്നോട്ടാണ് പോണത് അല്ലേ. കാലം എത്ര പെട്ടെന്നാണ്. സമയം അതിൻ്റെ വേഗത, വാഹനത്തെക്കാളും വേഗതയാണ് ഇപ്പോൾ കാലത്തിന്. അപ്പോൾ നമ്മൾ ആ മധുവിനെ കൊന്നതിന് ശേഷം നമ്മളെല്ലാവരും ഉണ്ട്. ഈ പറഞ്ഞ ഞാനടക്കം മധുവിനെ തല്ലി കൊന്നു അങ്ങനെ പറയണം. അപ്പോൾ പിന്നെ അതിനുശേഷമാണ് നമ്മുടെ കേരളത്തിൽ മനസാക്ഷി എന്ന് പറഞ്ഞൊരു വസ്തു മനുഷ്യനിൽ ഇല്ലാതായത്. സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് മറ്റുള്ളവരുടെ കുറവുകളെ കുറ്റമാക്കിയിട്ട് ഇല്ല വെറുപ്പാക്കിയിട്ട് അഭിനയമാക്കിയിട്ട് കള്ളനാണെന്ന് മുദ്ര കുത്തിയിട്ട് സ്വന്തം മാല കഴുത്തിൽ ചാർത്തുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാനുള്ള മനക്കരുത്തും കൂടി നമുക്ക് വേണം. അപ്പോൾ മാത്രമാണ് നമ്മളൊരു മനുഷ്യനാവുള്ളൂ. ഇപ്പോൾ ഞാൻ വലിയ ഒരു മനുഷ്യനായതുകൊണ്ടല്ല, പക്ഷേ ആ 7 വർഷം മുന്നേ, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരായിരുന്നു. പെരുന്നാളിന് ബിരിയാണി കൂട്ടുകാരന്മാർക്ക് കൊണ്ടുകൊടുക്കുക, അതേമാതിരി ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിന്, ഇതൊക്കെ ഇപ്പോൾ കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരണ്ടാന്നുള്ള വിളിയും അങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അപ്പോൾ പാലക്കായത്ത് നിന്ന് നമ്മൾ പോകുന്ന അവസാനം കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെ എത്താറായി. ഇവിടെ കാര്യമായിട്ട് സൈൻ ബോർഡുകളൊന്നും ഇല്ല. ശരിക്കും ഇവിടെ ഈ വലതുവശത്ത് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ റോഡിലെ ഓരോ ആൾക്കാർക്കും എങ്ങനെ പോകണമെന്നും കൂടി അറിയില്ല. അത് നമ്മൾ ആര് പറഞ്ഞിട്ടും അവർ കേൾക്കില്ല. കൂടുതലും വാഹനാപകടങ്ങൾ മാത്രമാണ് വന്നിപ്പോൾ കേൾക്കുന്നത്. അവിടെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കൂടുതലും അതാണ് വരുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ നിങ്ങൾ നിയന്ത്രിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അപകടങ്ങൾ എവിടെ വെച്ച് എപ്പോഴാണ് സംഭവിക്കാം. പക്ഷേ അത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുക. അപ്പോൾ റോഡിലെ കാഴ്ചകൾ നിങ്ങൾ കാണുക. റോഡിൽ എന്തൊക്കെ തരം കാഴ്ചകളുണ്ട് അത് നിങ്ങൾ പിന്നെ കണ്ടിട്ട്
നിങ്ങളുടെ ഡ്രൈവിംഗ് അങ്ങനെയാണോ എന്നും കൂടി നിങ്ങൾ വിലയിരുത്തണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലുള്ള എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരം 6:45 അവിടെ നിന്നിട്ട് ഇന്ന് സൂര്യൻ്റെ ഒരു ക്ലൈമറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ ഒരു എന്നാലും കുഴപ്പമില്ല കേട്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ കാണണം എന്താന്നുള്ളത്. ഇവിടെ ഒരു കൊടും വളവാണ് ശരിക്കും പറഞ്ഞാൽ, കയറ്റോ ഇറക്കോ ചെറിയൊരു നിലമ്പതി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് സൈൻ ബോർഡ് തന്നെയല്ല. ഈ രാത്രി വാഹനങ്ങൾ ഓടുന്നില്ല എന്ന് കരുതിയിട്ട് മാത്രം സൈൻ ബോർഡ് വെക്കാതിരിക്കുകയാണോ എന്താണ് നമ്മുടെ എൻ്റെ പള്ളി നന്നായുള്ളൂ. ഈ വാട്ടർ അതോറിറ്റിക്കാർ കുറേ പരിപാടി ചെയ്യുന്നുണ്ട്. റോഡിൽ അവർ പൈപ്പാണ് ഇട്ട് പോകും, പിന്നെ ഇങ്ങനെ ചാടി ബൈക്കുകൾ വീഴുക, ഇല്ലെങ്കിൽ വാഹനങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അതൊന്നും ഇവർക്ക് അറിയില്ല. അല്ല, അറിയണ്ടെങ്കിലും അറിയണ്ട. അപ്പം നമ്മളിപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ നമുക്ക് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിനെ ഒന്ന് എടുത്തിട്ട് പോവാം അല്ലേ?